ഹലോ മച്ചാൻ പറയും ഞങ്ങളിപ്പോ നിൽക്കുന്നത് രാജമന്ത്രി അല്ലെങ്കിൽ രാജമഹേന്ദ്രവരം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഞങ്ങളിപ്പോ ഇവിടുന്ന് വിശാഖപട്ടണത്തേക്ക് പോകുന്നത്. ഏകദേശം ഒരു 142 കിലോമീറ്ററോളം ഇവിടെ ദൂരമുണ്ട്. അപ്പോൾ എല്ലാവർക്കും കാച്ചൻസിന്റെ പുതിയൊരു യാത്രയിലേക്ക് പേര് പിടിക്കാൻ മാറ്റം ഉത്സവം ഉണ്ടോ അവിടെ? കണ്ടോ ഈ അമ്മമാരൊക്കെ ഇങ്ങനെ പോകുന്നുണ്ടോ? ഇവര് ക്ഷേത്രത്തിലേക്ക് നടന്ന് നമ്മൾ ശബരിമലക്കൊക്കെ പോലെ ചിലവര് നടന്ന് ഇല്ലെങ്കിൽ നമ്മളെ ആ മനോജിലൊക്കെ നടന്നു പോലെ അതുപോലെ ഒരു അമ്പലത്തിലേക്ക് ഒരു പോകണം നേർച്ച പോലെ. ആ കാണുന്ന അമ്പലം കണ്ടോ? ഇല്ലേ നിങ്ങൾ കാണുന്നുണ്ടോ എനിക്കറിയില്ല. അവിടെ ഒരു മലയുടെ മേളിൽ ഒരു അമ്പലമുണ്ട്. വിഷ്ണുവിന്റെ അമ്പലം അത്. നിർത്തുമല്ലേ നിർത്തിയോ? ആ ഇവിടെ കിട്ടും. ഓ ആ കാണുന്നുണ്ടാ ആ അമ്പലത്തിലേക്കാണ് അവർ നടന്നു പോകുന്നത്. ഇതിപ്പോ ഇവിടെ മാത്രമല്ല വേറെ ഇവിടെ ഇതേപോലെ പഞ്ചാബിലുണ്ട് ഇതേപോലെ നടന്നു പോലെ ഗുരുദ്വാരയിലേക്ക് ഗോൾഡൻ ടെമ്പിളിലേക്ക് നടന്നു പോലെ. ഇത് നമ്മുടെ ശബരിമലയിലൊക്കെ പോകുന്ന പോലെ തന്നെ അവര് ഒരു ആചാരം അല്ലെ. നമ്മളൊരു 90 കിലോമീറ്റർ കഴിഞ്ഞ് 90 കിലോമീറ്റർ കഴിഞ്ഞപ്പോ തന്നെ നമ്മൾ വണ്ടി വെയിറ്റ് ഇത് തണുക്കാൻ വേണ്ടി എടുക്കണം. അല്ലെങ്കിൽ ഇത് ഓടിക്കഴിഞ്ഞാലേ ചിലപ്പോ വണ്ടിയുടെ എഞ്ചിന് പണിയിട്ട്. അതാണ് നമ്മളിപ്പോ ഇത് ഏത് സ്ഥലം ഏതാണ് അണ്ണാ? ഇത് തുണിന്നാണ് എഴുതിയേക്കണത് തുണിന്നാണ് എഴുതിയേക്കണത്. ഗവൺമെന്റ് ഡിഗ്രി കോളേജ് ഓട്ടോണമസ്. ഇത് കോളേജാണല്ലോ ഇതിന്. കോളേജിന്റെ വായിക്ക കൊണ്ടാണ് വണ്ടി വൃത്തിയിലാക്കണം. ഒരാളി ഇത് കോളേജിന്റെ വാതിക്കയാ. കോളേജിന്റെ വാതിക്കേ കോളേജാ മാറ്റിയിടാം നമുക്ക്. ഇത് ഒമ്പനാനക്കുട്ടപ്പാട് നമ്മ അവിടെ നിന്ന് ഒരു ഇത്തിരി ഒരു 500 മീറ്റർ അതന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഒരു തള്ളത്തോണ്ട് കഴിയുമ്പോ നോക്കുമ്പോ മാവുണ്ട്. കുറെ മാവ് നിൽപ്പുണ്ട് ഇവിടെ. നോക്കിട്ടെന്തോ ചത്തുപോയി. ചോറൊക്കെ ഉണ്ട് എറിയാൻ. അണ്ണാ വല്ല പുലി ഉണ്ടാവണ വേണ്ടല്ലേ ആട്ടി ഓടിക്കും. അണ്ണാ ആ പുള്ളിക്കാരൻ എവിടെ നിന്നാണ് വന്ന? അണ്ണാ ആ പുള്ളിക്കാരൻ എവിടെ നിന്ന് വന്ന? പുലി ഒരമ്പലം കണ്ട നിങ്ങള്? അവിടെ ചെറിയ അമ്പലം. ഇവരങ്ങനെ ആ വഴി കയറിപ്പോ. പതിയെ സമയം 5:30. നമ്മള് വിശാഖപട്ടണത്തേക്കുള്ള ഡീസലെടുത്ത് പോയിക്കൊണ്ടിരിക്കണേ. ഇപ്പൊ ഇവിടുന്ന് ഏകദേശം 16 കിലോമീറ്റർ മാപ്പ് കാണിക്കണം. 16 കിലോമീറ്റർ 28 മിനിറ്റ് പറഞ്ഞത്. അത്യാവശ്യത്തിൽ കൂടി ബ്ലോക്ക് ഉണ്ട്. കൊൽക്കത്ത കഴിയുമ്പോ അതൊരു പെട്ടെന്ന് തീരുവാ. ചിലപ്പോ എങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. നമ്മളെ ഭയങ്കര കയറ്റം ഇറക്കമൊക്കെ അല്ലേ. പെട്രോൾ പമ്പ് കുറവായിരിക്കും. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, അപ്പൊ ഞാൻ ഇവിടെ ഈ കാണുന്ന 5 ലിറ്റർ മതിയാവോ? അപ്പൊ 5 ലിറ്റർ വേറെ ഉണ്ടല്ലോ. അതും കൂടെ നടക്കണ്ടേ ഇവിടെ 5ന്റെ കാര്യം പറഞ്ഞ 5:30 മണിയായിട്ടുള്ളു. ഇത് നോക്കിയേ ഇരുട്ടായി എല്ലായിടത്തും ഇരുട്ട് കയറി. അങ്ങനെ നമ്മള് വിശാഖപട്ടണം എത്തിയിട്ട് ഫോർട്ട് മറൈൻ പാർക്ക് കറങ്ങി അവരിങ്ങനെ അവിടെ നിന്ന് നമ്മൾ ആ ജംഗ്ഷൻ കട്ടിയിട്ട് നേരെ വന്നത് ഇവിടെ ശ്രീലക്ഷ്മി ലോഡ്ജ്. അവിടെ നമ്മൾ കുറച്ച് 2 ചേട്ടന്മാരെ കണ്ടു. അപ്പോൾ ആ ഒരു ഓട്ടോക്കാരൻ പുള്ളിക്കാരൻ ഇവിടുത്തെ ലോക്കലാണ്. പുള്ളിക്കാരനാണ് നമ്മളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഇവിടെ
1200 രൂപ പറഞ്ഞ് ഒരു രക്ഷയിൽ 24 മണിക്കൂറത്തേക്കാണ് 1200 രൂപ. ലഗേജ് ഒക്കെ നല്ല പറ്റിക്കലാണ്. 800 രൂപ റൂം 1200 രൂപ എടുത്തിട്ടുണ്ട്. കൂടുതലൊന്നും പറയാൻ വേറെ നമുക്ക് കുറച്ച് തന്നെ ഇപ്പോ അല്ല പോയിട്ട് വരുന്നോ? ഞാനിത് കൊണ്ട് വെച്ചെടുത്ത് അന്ന് ഇവിടെ ഉണ്ട് പോയിട്ടോ. രൂപ ഉണ്ടാവും. ശരി എല്ലാ സാധനവും അതിന് പോരാത്തതിന് നമ്മുടെ വണ്ടി ഇറങ്ങിപ്പോയി ഇടിച്ച് അമ്മച്ചി വണ്ടി ഒന്ന് ഇടിച്ച് നൈസായിട്ട് ഇടിച്ചെന്ന് പറയുന്നത് വണ്ടി ചരിഞ്ഞ് ചെയ്യണ്ട. ഒരു ഫ്രണ്ടിലേ നമ്മളെ കൊണ്ടുവന്ന പുള്ളിക്കാരൻ്റെ ഓട്ടോയുടെ ബാക്കിലായിട്ട് ഇതൊന്നും ഗിയറി കിടക്കുകയെന്ന് ഈ സാധനം. ഇതിൻ്റെ ഇവിടെ ഒരു ഇതുണ്ട്, ഇത് കണ്ട ഇവിടെ ഒരു സ്ലോപ്പ് വരെ കിടക്കണം. ഇവിടെ നിന്ന് ഇങ്ങനെ കയറി സ്ലോപ്പ് വരെ കിടക്കണം. ഇയാൾ കറക്റ്റായിട്ട് ഈ ഒരു ഗ്യാപ്പിൽ കൊണ്ട് നിർത്തിയിട്ട് പുള്ളിയുടെ വണ്ടി ഈ ഒരു ഭാഗത്ത് കിടന്നു വെച്ച് ഇത് ഇവിടെ നിന്ന് പതിയെ ഇവിടെ നിന്ന് ഇറങ്ങി വന്നിട്ട് പുള്ളിയുടെ ബാക്കിൽ പോയിട്ടിടി. ഗിയർ എന്ന പ്രശ്നമുണ്ട്. ഇത് കറക്റ്റ് ലോക്കായിട്ട് കിടക്കില്ല. നമുക്ക് ഹാൻഡ് ബ്രേക്ക് ഇല്ലാത്ത കാരണം നമ്മൾ ഗിയർ വെച്ചാൽ കളിക്കണതിനത്. അപ്പോൾ അതിൻ്റെ ഒരു വിഷയമുണ്ട്. നമുക്കിനി ഇവിടെ നിന്ന് നമ്മൾ അനുബിസ് ഭഗവാനെ മാത്രം എടുക്കാം. ഇവിടെ നിന്ന് ബാക്കി ബുദ്ധച്ചനും ഗണപതിയൊക്കെ അടിക്കട്ടെ. ബാക്കി അനുബിസ് ദൈവത്തിന് മാത്രം കൊണ്ടുപോകണം, കുട്ടിച്ചാത്തനെ മാത്രം കൊണ്ടുപോകണം. ഇനി ഇതെല്ലാം നമുക്ക് എടുത്ത് റൂമിൽ കൊണ്ട് വെക്കണം. ഇല്ല ആവശ്യമുള്ള സാധനങ്ങൾ റൂമിൽ കൊണ്ട് വെക്കാം. അല്ലാത്ത സാധനങ്ങൾ ഇവിടെ ഇറക്കി വെക്കാനാണ് പറയുന്നത്. ഈ ഒരു ഗ്യാപ്പിലായിട്ട് ഇത് ഈ ലോഡ്ജാണെങ്കിൽ ലോഡ്ജിൻ്റെ ഈ സൈഡിൽ വെക്കാനാണ് പറയണം. അവിടെ വെച്ചാൽ അവർ എടുത്ത് അവർ നോക്കിക്കോളും. അവർ നോക്കിയില്ലെങ്കിൽ നാളെ രാവിലെ തലതല്ലി പിടിക്കും. വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇവിടെ ഈ ഒരു ഹൈദരാബാദിലെ ഒരു ചേട്ടൻ്റെ പുള്ളിക്കാരൻ ഇപ്പോൾ ഇവിടെ 5 വർഷമായിട്ടുണ്ട്. പുള്ളി ഇപ്പോൾ ഇവിടെ ഇല്ല, പുള്ളി റൂമിലേക്ക് പോയണേ. പുള്ളി ഇവിടെ ഈ എന്തോ ഒരു എനിക്ക് തോന്നുന്നു ഈന്തപ്പഴം അങ്ങനെ നടക്കുക വിൽക്കാൻ വേണ്ടി നടക്കുക. ഇങ്ങനെ പുള്ളി എല്ലായിടത്തും കറങ്ങി ഇവിടെ ഇപ്പം 5 വർഷമായിട്ടുണ്ടെന്ന് പറഞ്ഞു. പുള്ളി ഇവിടുത്തെ 13ാമത്തെ നമ്പർ മുറിയിലെങ്ങാണ്ടുണ്ട് പുള്ളിക്കാരൻ. ഇതാണ് നമ്മൾ കിടക്കണം. പക്ഷെ എന്ത് പാടായിട്ടുള്ള കാര്യം എന്നറിയാം ഇതൊക്കെ. ഏതാ മറന്നു അടിമക്കളുടെ കാര്യം. ഇതാണ് റീൽസിലൊക്കെ കാണില്ല. പുറത്തു മറ്റേ സകരപ്പാട്ട് അതിയുടെ ടി വി ഒക്കെ ഉണ്ട്. ടി വി ഒക്കെ ഉണ്ട്. ഇതിന്റെ പടങ്ങളാണ്. ലൈറ്റ് ഇട്ട് ബെഡ്ഷീറ്റൊക്കെ നമ്മളെ ബെഡ്ഷീറ്റ് കൊഴപ്പില്ല. ഇയാൾക്ക് OCD ഉണ്ട് ഗൈസ്. ഇയാൾക്ക് ഭയങ്കരമായിട്ട് OCD ഉണ്ട്. ഇയാൾക്ക് അതിന്റെ ഇയാൾക്ക് എല്ലാ അസുഖവും ഉണ്ട് ഇയാൾക്ക്. എടുത്തണ്ടാ അപ്പൊ ഞാനാ ശരി നമ്മൾ ഇന്നലെ കിടന്ന സ്ഥലത്തിന്റെ അത്ര പ്രിയല്ല അവിടെ. ഞാനപ്പോ കൊണ്ടുവന്ന് അവിടെ വെച്ചു. അപ്പൊ നേരെ ഇങ്ങോട്ട് അപ്പോ ഞങ്ങള് സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഇവിടെ തൊട്ടടുത്ത് തന്നെ മെയിൻ റോഡിലായിട്ട് കഴിക്കാൻ വേണ്ടി അപ്പൊ ബിരിയാണി ഉണ്ട്, ചോറുണ്ട്. ആ ചേട്ടൻ മലയാളി ചേട്ടാ ആയിരിക്കണം. അവിടെ ഇരിക്കണം കൗണ്ടർ നമ്മളെ വണ്ടി അവിടെ ചോദിച്ചു പുള്ളി കണ്ടു പോന്നി എവിടെയാ എവിടെയാന്ന് ചോദിച്ചു. എന്നിട്ട് പുള്ളി അടുത്ത് പറഞ്ഞ് കടക്കാട്ട് പറയാം ഫുഡ് കഴിക്കാന്നുള്ള മണ്ണടിച്ചിരിക്കണ കാറ് പാർക്ക് ചെയ്യാനായിട്ടുള്ള ഇഷ്യൂ ഉണ്ടാക്കി. അവന് നേരെയാണ് ഇടണം. അവന് റിവേഴ്സ് വെച്ചിടാൻ അറിയട്ടെ. നല്ല പറയാനാണ് നമുക്ക്. നമ്മള് 24 മണിക്കൂറത്തേക്കാണ് എടുത്തേക്കുന്നത്. ഇന്നിപ്പോ 6 മണിക്ക് 6 മണിക്കാണ് നമുക്ക് എടുത്തേക്കുന്നത്. 1200 രൂപയാണ്. എണ്ണം പറയണ പോലെ ഫുൾസും മുറിയാണ്. ഇതാണ് സംഭവം. ചിക്കൻ ബിരിയാണിയാണ്, ചിക്കൻ ദം ബിരിയാണി. നല്ല ഇഷ്ടപ്പെട്ടല്ലേ? ഇത് കഴിച്ചിട്ട് വരാം. കഴിച്ചിട്ട് തീർക്കട്ടെ മതി.
ഇതാ കട നമ്മൾ ഫുഡ് കഴിച്ചിട്ട് വന്നത്. ഇത് ഇവിടുത്തെ സ്ട്രീറ്റ് ആണ്. ബസ്സോ നൈറ്റോടാണൊക്കെ. ഞാൻ ഇല്ല ഞാൻ കട ഒന്ന് കാണിക്കാൻ വേണ്ടി പോയത്. ഇവിടെ ഒരു ഡോർമെട്രി ഉണ്ടല്ലോ. AC 200 വൈഫൈ. അപ്പൊ എനിക്ക് തോന്നുന്നു വേറെ എക്സ്ട്രാ ചാർജ് ആവുന്നു. എന്നാ ഇത് ഡോർമെട്രി ആണോ? ഇത് ഡോർമെട്രി ആണ്. ഇത് AC 200 വൈഫൈ. 200 അല്ലപ്പാ. AC 200 വൈഫൈ രണ്ടും ഉണ്ട്. ജസ്റ്റ് അത് എടുത്തിട്ട് ഫോട്ടോ വണ്ടി പറക്കിട്ടാണ്. ഇതിനകത്ത് ഇരുന്ന ടീമിനൊക്കെ എടുത്ത് എല്ലാ സകല സാധനം എടുത്ത് മാറ്റി. സീറ്റ് മാത്രമേ ഉള്ളൂ. സീറ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ ദൈവം ആകുമ്പോൾ ഒടിഞ്ഞു പോണേ. കാരണം പൈപ്പ് എന്താണ് മേടിക്കണം. അവിടെ ഇരിക്കട്ടെ. ടെൻഷൻ അടിപ്പിക്കാണ്. അപ്പോ ഇതിന്ന് പ്രോപ്പർ വിശാഖപട്ടണത്താണുള്ളത്. ഞങ്ങള് ഇപ്പോൾ ഇവിടെ വന്ന് റൂമൊക്കെ എടുത്തു. വണ്ടിയാണ് നമ്മുടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ റൂമൊക്കെ എടുത്തു. ഞങ്ങളൊന്ന് കുറച്ച് ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. ഫുഡ് കഴിച്ച് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്തു. സ്ട്രീറ്റൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് ഇപ്പൊ തിരിച്ച് നമ്മുടെ റൂമിന്റെ അവിടെ ഉണ്ട് നമ്മൾ. ഓക്കെ, റൂമിന്റെ അവിടെ ഉണ്ട്. അപ്പോ എങ്ങനെയുണ്ട് വിശാഖപട്ടണം? എങ്ങനെയുണ്ട് വിശാഖപട്ടണം എന്ന് പറയുന്നിടത്ത് വലിയ കുഴപ്പമില്ല. ആകെയുള്ളത് ആന്ധ്രയില് ഇത്തിരി മര്യാദക്ക് വണ്ടി ഓടിക്കുന്നു, കുറച്ചെങ്കിലും മര്യാദക്ക് വണ്ടി ഓടിക്കുന്നത് ഇവര് മാത്രം ഉണ്ടാവും. ഭയങ്കര അവർ ഇത്ര നേരം വന്നത് ഒരു മേനകെട്ട രീതിക്കാണ് വന്നത്. ഒരു ഇത്തിരിയെങ്കിലും മര്യാദ കാണിക്കണത് ഇവിടെ അപ്പം പറയാം. പിന്നെ ആ സിറ്റിയുടേതായ ഒരു ക്രൗഡ് എപ്പോഴും ഉണ്ടാവും. ഇവിടെ ഭയങ്കര ക്രൗഡ് ഉണ്ടാവും. നൈറ്റ് ലൈഫ് നല്ല രീതിക്ക് അടിപൊളിയാണ്. പിന്നെ ഇവിടെ കാണാനായിട്ടെന്ന് പറയാനായിട്ട് നാളത്തേക്ക് നോക്കണം. അതെ, നാളെ രാവിലത്തേക്ക് പ്ലാൻ ചെയ്യണം. അത് നാളത്തേക്ക് ഞങ്ങൾ സെറ്റ് ചെയ്ത് വെക്കുവാണ്. നൈറ്റ് ആകെ ഇവിടെ ഫുഡും കാര്യങ്ങളും ബാക്കിയുള്ള സംഭവങ്ങളും മാത്രമേ ഉള്ളൂ. പിന്നെ ഇനി ആകെയുള്ളതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇനി ആരെങ്കിലും വിശാഖപട്ടണത്തോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് ഒരു റഹ്മാനിയ എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ട്. ആ ഹോട്ടലിന്റെ അല്ലേ മലയാളികളാണ്. ആ ഹോട്ടലിന്റെ ഹോട്ടൽ എന്ന് പറഞ്ഞാൽ അവിടെ മലയാളികൾ നടത്തുന്ന ഹോട്ടലാണ്. അപ്പോൾ അവിടെ വന്ന് ഒന്നല്ലെങ്കിൽ ചോദിക്കുക, അല്ലെങ്കിൽ ആ ഹോട്ടലിന്റെ തൊട്ട് സൈഡിലൂടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഡോർമെട്രി, ഒരു ഹോട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ജസ്റ്റ് അവിടെ 200 രൂപയ്ക്ക് ഡോർമെട്രി ഉണ്ട്. AC ഡോർമെട്രി, വൈഫൈ അടക്കം എല്ലാം ഉണ്ട്. ഞങ്ങൾ താമസിച്ചത് ഇപ്പൊ ഈ ഡോർമെട്രി എന്ന് പറഞ്ഞാൽ ഈ കാർ കിടക്കണ അതിന്റെ സൈഡിലാണ്. ഞങ്ങൾ താമസിച്ചത് ഇപ്പുറത്തെ ഈ ചെറിയ ഹോട്ടലിലാണ്. ഞങ്ങളുടെ വണ്ടി കിടക്കുന്നുണ്ടാവും. അവിടെ ഏകദേശം ഒരു 1100 രൂപ അടുത്ത് ഒരു കുടിസുറി തന്ന് ഞങ്ങളെ പറ്റിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ വരുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ താമസിക്കണം. അപ്പം താമസിക്കുക. ഡോർമെട്രി എടുക്കുകയാണെങ്കിൽ ബൈ ചാൻസ് നമ്മുടെ ഒരു മീഡിയേറ്റർ ആയിട്ട് നമ്മൾ ഒരാളെ പോയി അപ്രോച്ച് ചെയ്തപ്പോ പുള്ളി കൊണ്ടുവന്ന അപ്പൊ പുള്ളിനൊരു ഇതില് പുള്ളിനെ ഉറപ്പിക്കണ്ടല്ലോ നമ്മള് റൂം എടുക്കണവരെ പുള്ളി നിൽക്കുകയായിരുന്നു. മനസ്സിലായി? പിന്നെ നമുക്ക് അങ്ങനത്തെ കുറച്ച് സൈഡ് ഇമോഷൻ ഉണ്ട് അല്ലേ. അപ്പോൾ നിങ്ങൾ വരുവാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ബൈക്കിനൊക്കെ വരുന്നവർക്ക് പെട്ടെന്നൊന്ന് റെഡി ആയിട്ട് പോകാനും അതൊക്കെയാണെന്നുണ്ടെങ്കിൽ ഈ ഡോർമെട്രി നല്ലതായിരിക്കും. വൈഫൈ അടക്കം എല്ലാ ഇതും ഉണ്ട്. ബെറ്ററാണ്, നിങ്ങൾക്ക് കണ്ടിട്ട് ബെറ്ററാണ്. പക്ഷെ ഞങ്ങളവിടെ എടുത്ത് റൂം ബുക്ക് ചെയ്ത് കഴിഞ്ഞ് റൂമിലൊക്കെ കൊണ്ട് സാധനങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞപ്പോഴാണ് ഈ ഇത് കാണുന്നത്. ഫുഡ് കഴിക്കാൻ പോയപ്പോഴാണ് കാണുന്നത്. അപ്പം നിങ്ങളിപ്പോൾ വരുവാണെന്നുണ്ടെങ്കിൽ സ്ഥലം നോക്കുക. ഈ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്താണ്. നിങ്ങൾക്ക് റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകാൻ പറ്റും. അപ്പോ ഇന്നത്തെ വീഡിയോസ് കഴിഞ്ഞിരിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഇന്നത്തെ ഉള്ളൂ. കാരണം എന്ന് പറഞ്ഞാൽ നമ്മള് നേരെ ആകെ ചെറിയൊരു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് രാജമന്ത്രിന്ന് ഇവിടം വരെ 242 കിലോമീറ്റർ നമ്മൾ എങ്ങും നിർത്തിയില്ല. ജസ്റ്റ് എന്താ പറയാ, റോഡ് സൈഡിലുള്ള വ്യൂസ് മാത്രം അഡ്ജസ്റ്റ് ചെയ്യുന്ന വരെയാണ്. എങ്ങും നിർത്തിയില്ല. പെട്ടെന്ന് നമുക്ക് വിശാഖപട്ടണം എത്തണം. ഇവിടെ കുറച്ച് സാധനങ്ങൾ കാണാനുണ്ട്. ഇപ്പൊ നാളത്തെ വ്ലോഗിൽ ഉണ്ടാവും. അതെല്ലാം നോക്കാൻ വേണ്ടി നമ്മൾ എളുപ്പം ഓടി എത്തിയ. കാരണം
ഇപ്പോഴും ആന്ധ്ര തന്നെയാണ്. ആന്ധ്ര ഒരു സൈഡ് ഭയങ്കര ഡേഞ്ചറായ സൈഡ്, ഇന്നലെ കിടന്ന സൈഡ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര രാത്രി പൈസക്ക് വേണ്ടി എന്തും ചെയ്യാൻ പറ്റിയ ടീമിനൊക്കെ ഞങ്ങളൊരു പെട്രോൾ പമ്പിലാണ് താമസിച്ചത്. അവിടുത്തെ പെട്രോൾ പമ്പിൽ ആ ചേട്ടൻ തന്നെ പറഞ്ഞത് എനിക്ക് ഭയങ്കര പേടിയാണ് ഇവിടെ നൈറ്റ് നിൽക്കാൻ നേരത്ത്. എന്ന് വെച്ചാൽ ഇവരുടെ കയ്യിൽ പെട്രോൾ അടിക്കാൻ തന്നെ അവരുടെ പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അത് അങ്ങനെ പറഞ്ഞു. അപ്പൊ ഞങ്ങള് പുറത്ത് കിടക്കാൻ നേരത്ത് ഇതേപോലെ ഹൈവേയുടെ സൈഡിൽ മറ്റേ ഹൈവേയുടെ കുറച്ച് ടീമുണ്ട് റോഡിൽ വർക്ക് റോഡിൽ വർക്ക് അതന്നെ അതന്നെ സിഗ്നലൊക്കെ വെക്കാൻ വേണ്ടി വരും. സിഗ്നലും കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടി തന്നെ അവര് വന്നിട്ട് പറഞ്ഞ് നിങ്ങൾ ഇവിടെ കിടക്കണ്ട, നേരെ പമ്പിന്റെ അകത്തോട്ട് പോയി കിടക്കണം. എന്നുവെച്ചാൽ പമ്പിന്റെ തൊട്ട് മതിലിന്റെ തൊട്ട് പുറത്ത് കിടന്നിട്ട് പോലും അവർ പറഞ്ഞു അവിടെ കിടക്കണ്ട, സേഫ് അല്ല എന്നുള്ള രീതിക്കാണ് പറഞ്ഞത്. പറ്റുമെങ്കിൽ നൈറ്റ് ആരും വണ്ടി ഓടിക്കാണ്ടിരിക്കുക, അത്രത്തോളം ഡേഞ്ചറാണ്. ആന്ധ്ര കുറെ സൈഡൊക്കെ ഡേഞ്ചർ ആയിട്ടാണ്. പക്ഷെ തമിഴ്നാട്ടിൽ അത്ര പോലും തോന്നിട്ടില്ല. തമിഴ്നാട് ഭയങ്കര ഫ്രീ ആയിട്ടുള്ള സ്ഥലത്ത്, ആന്ധ്ര ഭയങ്കര ടഫായിട്ടുള്ള ഏരിയ ആയിട്ട് തോന്നുന്നു. എന്റെ കൂട്ടുകാരൊക്കെ ചോദിച്ചാൽ ഓരോന്ന് കുഴപ്പമില്ലാന്നാണ് പറഞ്ഞത്. പക്ഷെ അവിടുത്തെ അവര് തന്നെ, അവിടുത്തെ ആൾക്കാർ തന്നെ, അവിടെ താമസിക്കുന്നവർ തന്നെ എങ്ങനെ പറയുമ്പോൾ നമുക്ക് സ്വന്തമായിട്ടൊരു പേടി വരണം. അപ്പോ ഇന്നത്തെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ. അപ്പോ പറഞ്ഞ അതിനൊക്കെ എങ്ങനെ വന്നു. എല്ലാവരും വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യുക, കമന്റ് ഇടുക, ഷെയർ ചെയ്യുക. അത്രയൊക്കെ തന്നെ ഉള്ളൂ. എല്ലാ ദിവസവും പറഞ്ഞ പോലെ ഗുഡ് നൈറ്റ്.